ഹിന്ദു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഉണ്ണിക്കണ്ണ രൂപം തന്നെയാണ്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടൊരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. മഞ്ഞപ്പൊട്ടെടുത്ത് ആ കാലുകൾ പിണച്ചു വെച്ചിട്ട് ആ കോമളമേനിയിൽ നറുമാലകളും വനമാലയും ചാർത്തി പൊന്നോടൊക്കെ ചുണ്ടോട് ചേർത്ത് നിൽക്കുന്ന ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന വനമാല ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ പ്രത്യേകതയുള്ള ഒരു മാലയാണ് വനമാല. ആ വനമാല ഒരിക്കലും വാടില്ല എന്നുള്ളതാണ്. ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയ്ക്ക് അത്യപൂർവ്വ ഗന്ധമാണെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ കുന്തി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോവുകയാണ്. അപ്പൊ വനത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ദേവിയുടെ കയ്യിൽ ഭഗവാനെ കൊടുക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ വനത്തിൽ ഒരുപാട് പുഷ്പങ്ങൾ കണ്ടു. എല്ലാ ഋതുക്കളിലും പൂക്കുന്ന പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു ആ വനത്തിൽ. അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഇഷ്ടമുള്ള കടമ്പുരുഷത്തിന്റെ പൂവുണ്ടായിരുന്നു. ആ പൂവെല്ലാം പറിച്ച് അത്യുഗ്രമായിട്ടൊരു മാല കിട്ടി ദേവി. സ്വന്തം കണ്ണുനീരൽ ആ മാല കഴുകി വൃത്തിയാക്കി ഭഗവാന്റെ കഴുത്തിൽ ചാർത്തി. ഭഗവാൻ ദേവിക്ക് ഒരു വരം കൊടുത്തു. ഒരിക്കലും വാടാത്തൊരു വനമാലയായിട്ട് എന്റെ കഴുത്തിൽ തന്നെ ഈ മാല എന്നും ഉണ്ടാകും.